വിവാദമായ കാഫിർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന പോലീസ് വെളിപ്പെടുത്തിയതിനിടെ ഫേസ്ബുക്കിനെ മാത്രം പ്രതിയാക്കിയതും വിവാദത്തിൽ. കേസിലെ 20 മുതൽ 23 വരെയുള്ള സാക്ഷികളാണ് സന്ദേശം പ്രചരിപ്പിച്ച 4 പേരും. ഇവരാരും പ്രതികളല്ല. അതേസമയം വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാത്തതിനാൽ ഫേസ്ബുക്കിനെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. പോരാളി ഷാജിയാണ് ഇനിയും പോസ്റ്റ് നീക്കം ചെയ്യാത്തത്. എന്നിട്ടും പോസ്റ്റ് ചെയ്ത പേജിന്റെ അഡ്മിനെതിരെ ഒരു കേസുമില്ല. ഫേസ്ബുക്ക് പ്രതിയുമായി. ഫേസ്ബുക്കിനെ പ്രതിയാക്കിയത് കൊണ്ട് തന്നെ പോരാളി ഷാജിയെയും പ്രതിയാക്കേണ്ടതാണ്. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വടകരയിലെ ഡിവൈഎഫ്ഐ നേതാവായ അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ബുധനാഴ്ച യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. തിങ്കളാഴ്ച വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സന്ദേശം പ്രചരിപ്പിച്ച വഴി കൃത്യമായി വിശദീകരിക്കുന്നത്. ഇനി ഫേസ്ബുക്കിനെ പ്രതിയാക്കിയ ഇരട്ടത്താപ്പും ചർച്ചയാക്കും. അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് വടകരയിലെ ഡിവൈഎഫ്ഐ നേതാവായ റിബേഷിലാണ്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ 25-ന് ഉച്ചയ്ക്ക് 2:13 ഈ സന്ദേശം ഷെയർ ചെയ്തത് ഇയാളാണെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. എവിടെ നിന്ന് ഈ സന്ദേശം ലഭിച്ചുവെന്നത് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയൂ. മുൻ MLA KK ലതികയും വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരെ പ്രതിയാക്കിയാൽ ലതികയെയും പ്രതിയാക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് തെറ്റ് ചെയ്തവരെയെല്ലാം സാക്ഷികളാക്കിയത്. തിരുവള്ളൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകനും MSF നേതാവുമായ PK മുഹമ്മദ് കാസിം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വിവാദ സന്ദേശം അയച്ചെന്നായിരുന്നു CPMന്റെ ആരോപണം. എന്നാൽ തന്റെ പേരിൽ വ്യാജമായി സൃഷ്ടിച്ചതാണ് ഈ സന്ദേശമെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസ് മാറിമറിഞ്ഞു. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന CPM അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ സന്ദേശം വന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പരാതി. ഈ പേജിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഏപ്രിൽ 25-ന് ഉച്ചയ്ക്ക് 2:34-ന് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചത് എന്ന് മൊഴി നൽകി. അമൽ റാം എന്നയാളാണ് ഈ ഗ്രൂപ്പിൽ സന്ദേശമിട്ടത്. റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ സന്ദേശം ലഭിച്ചത് എന്ന് അമൽ റാം സമ്മതിച്ചു. റിബേഷ് എന്നയാളാണ് 2:13-ന് റെഡ് എൻകൗണ്ടറിൽ ഇത് പോസ്റ്റ് ചെയ്തത് എന്നും അമലിന്റെ മൊഴിയുണ്ട്. തുടർന്നാണ് റിബേഷിന്റെ മൊഴിയെടുത്തത്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ സന്ദേശം പോസ്റ്റ് ചെയ്തത് ഏപ്രിൽ 25 രാത്രി 8:30-നാണ്. അന്ന് വൈകിട്ട് മുതൽ വാട്സാപ്പ് വഴി ഒട്ടേറെ പേരിൽ നിന്നും ഈ സന്ദേശം തനിക്ക് ലഭിച്ചതായി അഡ്മിൻ വഹാബ് മൊഴി നൽകി. പക്ഷെ ആരിൽ നിന്നാണ് ഇത് ലഭിച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചതായാലും ഇടതുപക്ഷത്തിനെതിരായെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ MLA വിശദീകരിച്ചു. യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇത് ചെയ്യില്ല. കാഫിർ സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തത് ശരിയായില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടിയെന്നും ശൈലജ പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിലാണ് നടന്നത്. ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് വ്യാജമായി ഉപയോഗിച്ചതും അന്വേഷിക്കണം. ഭീകരപ്രവർത്തനമാണെങ്കിൽ അതെല്ലാം അതിന്റെ പരിധിയിൽ വരുമെന്നും അവർ പറഞ്ഞു. അതേസമയം വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ അടക്കം 7 SP-മാരെയും 2 കമ്മീഷണർമാരെയും സ്ഥലം മാറ്റി. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാറിനെ ഇക്കണോമിക് ഒഫൻസ് വിങ്ങിലേക്കാണ് മാറ്റിയത്. കാഫിർ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ് അരവിന്ദ് സുകുമാർ. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് CPM ഗ്രൂപ്പുകളിലാണ് എന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. കോഴിക്കോട് റൂറലിലാണ് കാഫിർ കേസ് രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാറിനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന്റെ SP ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്.